ഇതുവല്ലോ അറിയുന്നുണ്ടോ? നമ്മൾ അറിയാത്ത എത്രയോ എത്രയോ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണെന്നറിയാവും ഓരോ ദിവസവും ഓരോരുത്തർ ഇങ്ങനെ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും കേട്ടോ. ഞെട്ടിയില്ലെങ്കിൽ ചുമ്മാ എങ്കിലും ഒന്ന് ഞെട്ടിയിട്ട് ഒരു കമന്റ് ഇട്ടേക്കണേ. ഈ കേരളത്തിൽ കൂണ് പോലെ കുഴിമന്തിക്കട ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഉദിച്ചുദിച്ച് വന്നുകൊണ്ടിരിക്കുക. അതിന്റെ കാര്യം എന്താണെന്ന് വല്ലതും അറിയാതെ? ഈ കുഴിമന്തിക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ലാഭമുള്ള ഒരു ബിസിനസ് വേറെയില്ല. 30 കിലോ ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് 1 ലക്ഷം 1.5 ലക്ഷം രൂപ വരെയൊക്കെ ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാം വിറ്റിട്ട് നമ്മൾ നാളെ കുഴിമന്തിക്കട അങ്ങ് തുടങ്ങും അല്ലേ? പക്ഷേ ഈ കുഴിമന്തിക്കടയിൽ ഇത്രയും ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളാണ് ഈ ക്രിസംഗിയായിട്ടുള്ള ഈ വേട്ടാവളിയൻ ഇച്ചായം വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് അങ്ങോട്ട് കീർവാണം പൊഴിക്കൊണ്ടിരിക്കുക. ഇവൻ്റെ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓ ഇയാളൊരു നല്ലൊരു പാസ്റ്ററാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഉള്ളില് ആ വിഷം, അല്ലെങ്കിൽ ഉള്ളിൽ ഈ ക്രിസംഗി എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതിങ്ങനെ നൊരച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് ഇതുപോലുള്ള വിദ്വേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഈ നാട്ടിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഉണ്ടല്ലോ, ഇവർ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് ഇവർ ഈ സമുദായത്തെ ഇങ്ങനെ തേജോവധം ചെയ്യുന്ന കുറേ വൃത്തികെട്ട കൂതറകൾ, അതും നമ്മുടെ മലയാളികളാണെന്ന് പറയുമ്പോഴത്തേക്ക് അപമാനം തോന്നിപ്പോവാട്ടോ ഇവന്മാരോടൊക്കെ. ഇവിടെ ലവ് ജിഹാദ് വന്ന മുസ്ലിം, നർക്കോട്ടിക് ജിഹാദ് വന്ന മുസ്ലിം, ഏതെങ്കിലും ബിസിനസ് വന്നു കഴിഞ്ഞാൽ ഹലാൽ ഫുഡ്, മറ്റേ ഫുഡ്, മറിച്ച ഫുഡ്, അവൻ്റെ അമ്മമ്മയുടെ തേങ്ങാക്കൊല, ഇങ്ങനെ പറഞ്ഞ് ഇവിടുത്തെ ഈ സമുദായം എന്ത് ചെയ്താലും കുറ്റം. ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ജിഹാദ്. അങ്ങനെ ജിഹാദുകളില്ലാത്ത സംഭവം ഇപ്പോൾ കുഴിമന്തി കട ജിഹാദും കൂടെ വന്നിട്ടുണ്ട്. ഒരു ജിഹാദ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ഒരു പാവം പിടിച്ചൊരുത്തൻ വിഷുവിന് ഒരു കുഴിമന്തി കട എൻ്റെ ആശംസ അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് അതേതോ ഒരുത്തൻ ക്രിയേറ്റ് ചെയ്ത് അവസാനം ആ കടയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഹൈന്ദവരും ക്രൈസ്തവരും മുസൽമാനും എല്ലാം ഇതുപോലുള്ള പേപ്പട്ടികളെ ഉണ്ടല്ലോ, ഇതിങ്ങനെ പച്ച വർഗീയത പറയുന്ന ഈ മതയോളികളെയൊക്കെ തൂക്കിയെടുത്ത് കാലേ വാരി നിലത്തടിക്കണം. എന്താണേലും നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദ് ഇതിനൊരു കിടുക്കാച്ചി മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ വേട്ടാവളിയൻ പാസ്റ്റർ എന്ന് പറയുന്ന ഈ ക്രിസംഗി ഊള പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തന്നെ ഇതിനൊരു മറുപടി കൊടുക്കുക. നമുക്ക് എന്തായാലും വീഡിയോ കാണാം. എന്തുകൊണ്ടാണ് ഈ മന്തിക്കടകൾ ഇങ്ങനെ പെരുകുന്നത്? ഒരു ന്യൂ ജനറേഷൻ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ പറയുക, കട്ടപ്പനയിൽ ഒരു മന്തിക്കടയില് ഒരു ദിവസം അവര് വാങ്ങുന്നത് 30 കിലോ കോഴി. ആ കട ഒരു ദിവസം ലാഭവിഹിതമായിട്ട് ബാങ്കിൽ കൊണ്ട് അടയ്ക്കുന്നത് 1,90,000, 95,000, 2 ലക്ഷത്തിൽ താഴെ. ഞാൻ പറയുന്നത് ഈ പല മന്തിക്കടകളെ കുറിച്ചും NIA അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഉപജീവന മാർഗമായി തുടങ്ങുന്ന ഹോട്ടലുകളും തട്ടുകടക്കാരും പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് വിടുമ്പോ അനുദിനം ഇങ്ങനെ പല സ്ഥാപനങ്ങൾ ഇതൊക്കെ പറഞ്ഞു പൊങ്ങുമ്പോ ഇതിന്റെയൊക്കെ പുറയിലുള്ളവരെ ഉദ്യോഗസ്ഥന്മാർ എന്തിനു ഭയപ്പെടുന്നു? 30 കിലോ കോഴിയിൽ നിന്ന് ലാഭം 1,95,000 രൂപ. എൻ്റെ ഇലാഹായ റബ്ബേ, ഒരു ഫുൾ മന്തിക്കാണെങ്കിൽ 850 രൂപ മുതൽ 900 വരെ. എങ്ങനെല്ലാം കണക്ക് കൂട്ടി നഖമിങ്ങനെ കടിച്ച് മാറ്റി കിട്ടും. കണക്കങ്ങോട്ട് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഈ 1,95,000 രൂപ ലാഭം കിട്ടുകയാണ്? ഏത് മന്തിക്കടയാണ്? പുതിയ 5 മന്തിക്കട തുടങ്ങുമ്പം 20 കട കൂട്ടുകയാണ്. എന്നിട്ടും ഈ 1,95,000 രൂപ ലാഭം കിട്ടുന്ന മന്തിക്കട, അത് 30 കോഴി അതാണ് ലാഭം കിട്ടിക്കോട്ടെ. 30 കോഴി നിങ്ങൾക്ക് ചേട്ടനെ മനസ്സിലായിട്ടില്ലല്ലേ? ചേട്ടൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, എൻ്റെ സുഹൃത്ത് കൂടിയാണ്, പഴയ ഒരു സുവിശേഷ പ്രഭാഷകനാണ്. അതുകൊണ്ടൊന്നും പറയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞാണ്. ഇയാൾ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾക്കൊക്കെ 4-5 പിള്ളേരുണ്ടാകുമ്പം നമ്മൾ ക്രിസ്ത്യാനികൾക്ക് പിള്ളേരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങേയറ്റം ഉള്ളിൻ്റെ ഉള്ളിലാ ക്രി സംഖ്യയില്ലേ, ആ സാധനം ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നൈസായിട്ട് ആ ഇസ്ലാമിക വിരുദ്ധത, മുസ്ലിം വിരോധം ഇങ്ങനെ നൈസായിട്ട് ഒഴുക്കി വിടുന്ന ആളാണ്. എന്തുകൊണ്ടാണ് അച്ചായൻ ഇത്ര വലിയ ചൊറിച്ചിലും ഈ ഒളിച്ചു കടത്തൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? അച്ചായനൊക്കെ ഒരു കാലഘട്ടത്തിൽ കയ്യാളിക്കൊണ്ടിരുന്ന മേഖലകളിലൊക്കെ ഇപ്പം മറ്റു പലരും വരാൻ തുടങ്ങി. ഇപ്പം മുസ്ലിം സമൂഹത്തിനെ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഒരു കാലത്തിൽ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവരുടെ കുട്ടികളൊക്കെ നല്ല മാർക്ക് മേടിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹം ഭൂരിപക്ഷം ഉള്ള ജില്ലകളിൽ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ അവർ രംഗത്തേക്ക് വന്നപ്പം അതൊരു പ്രശ്നം. രണ്ടാമത്തെ, കച്ചവട മേഖലകളിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള എപ്പോഴും കച്ചവടക്കാരാണ്. അവർ 10 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ കടം മേടിച്ചിട്ട് കച്ചവടം ചെയ്യും. അല്ലാതെ ഈ മക്കൾ അയച്ചു കൊടുക്കുന്ന ഇങ്ങനെ ഇട്ടിട്ട് കൂട്ടി നല്ല ആഹാരം കഴിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാതെ പച്ചമീൻ മേടിക്കുന്നത് തുടക്കമീൻ മേടിച്ചും ജീവിക്കുന്നവരൊന്നുമല്ല. നല്ല അന്തസ്സായിട്ട് കച്ചവടം ചെയ്ത്
ഏത് സമൂഹം ഇവരുടെ ഉത്സവമാണെങ്കിലും പള്ളിപ്പെരുന്നാളാണെങ്കിലും അതിൻ്റെ വാതിക്ക് ഒരു കട ഇട്ടിട്ട് 10 രൂപ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കുക, ആ കിട്ടുന്നതിൽ നിന്നൊരു വിഹിതം മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. ഇതൊക്കെയാണ് മുസ്ലിം സമൂഹം. അപ്പോൾ എല്ലാ മേഖലകളിലും അങ്ങനെ വിജയം കൈയാളുമ്പം ഇരിക്കപ്പുറതി ഇല്ലാത്തതിൻ്റെ അസ്വാസ്ഥ്യമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പച്ചക്ക് പറഞ്ഞ ആളുകൾ വർഗീയവാദിയാണല്ലോ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മെല്ലെ താളത്തിൽ ഓളത്തിൽ മന്തിക്കട NI എന്നൊക്കെ പറയുന്നത്. ചായോ, ആ പഴയ കൂട്ടുകാരനെ നമുക്കറിയാം. അയാൾ പറഞ്ഞിരുന്നു എന്നോട്, കുറേ ഫോട്ടോസും കുറിപ്പുകളൊക്കെ എഴുതി തന്നു. കൈ വെച്ചോ, പറയേണ്ടത് മാത്രം പറഞ്ഞാൽ മതി. വല്ലാതെ പറയാൻ നിന്ന ആ സാധനമൊക്കെ ഇവിടെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് വിശദീകരിക്കും. അപ്പോൾ പിന്നെ താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടേ ഏത് മന്തിക്കടയിലാണ് 30 കിലോക്ക് 1,95,000 രൂപ ലാഭം? ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നാണം, മാനം, ഉളുപ്പ്, സഭയോട് പറഞ്ഞു ഉളുപ്പ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാകണം. നമ്മൾ ഈ വെറുപ്പും വിദ്വേഷമൊക്കെ പറയാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന ഈ വൃത്തികേടുകൾക്കപ്പുറം ഇത് കേട്ടിരിക്കുന്ന പ്രബുദ്ധ മനുഷ്യർ മനസ്സിലാക്കത്തില്ല. ഈ 30 കിലോ കോഴി എങ്ങനെയാണ് 1,95,000 രൂപ ലാഭം കിട്ടുക? ഏത് മന്തിക്കട? 30 കിലോ 5-6 ലക്ഷം ലാഭം കിട്ടുന്ന മന്തിക്കടയുണ്ട്. 30 കിലോ കോഴിയിൽ നിന്ന് ഒരു മന്തിക്ക് 850 രൂപയാണ്. ഈ 30 കിലോ കോഴി, അത് 1 കിലോ കോഴിയാണെങ്കിൽ അതിൻ്റെ ഒരു കോഴി മേടിച്ചാൽ അത് 4 പീസായിട്ട് മാറ്റിയിട്ടാണ് ഒരു മന്തി കൊടുക്കുക. എങ്ങനെയാണ് ഇങ്ങനെല്ലാം കണക്ക് കൂട്ടിയിട്ട് 1,95,000 രൂപ ലാഭം കിട്ടുമെന്ന് ഈ വൃത്തികേട് പറയല്ലേ, നാണക്കേട്. അത്യാവശ്യം മറ്റ് സമൂഹങ്ങളെക്കാൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള അച്ചടക്കമുള്ള ആളുകൾ, അവരെ നാറ്റിക്കരുതെന്ന് പറയണം. നിങ്ങളിത് കണ്ടില്ലേ? ഈ ഉസ്താദ് പറഞ്ഞ മറ്റേ വീരൻ ആരാന്നറിയാം? മറ്റേ സുലൈമാൻ എന്ന ഇപ്പോഴത്തെ മറ്റേ പെണ്ണുമ്പിള്ളയുടെ തലക്ക് മറ്റേതടിച്ചടിച്ചില്ലേ, ആ സെറ്റപ്പ് ബോക്സ്, അവന്റെ ഇനത്തിൽപ്പെട്ടതാ. കാരണം അവനിപ്പോ വന്നു കഴിഞ്ഞ് എന്ത് പറഞ്ഞാലും ആളുകൾ ചെവിക്കൊള്ളത്തില്ലല്ലോ. അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇവന്മാര്. ഈ വേട്ടാവളിയന്റെ പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഉസ്താദ് പറഞ്ഞ പോലെ നൈസായിട്ട് ഇങ്ങനെ വർഗീയത പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നാം തരം വൃത്തികെട്ട ക്രിസംഗി ഊള. സത്യത്തിൽ ഇവൻ പാസ്റ്റർമാർക്ക് പോലും അപമാനമാണ്. 30 കിലോ കോഴി എന്നാണ് ഈ പറഞ്ഞ 1,95,000 രൂപ കിട്ടുന്നത് കേട്ടോ. അപാര ലാഭമല്ലേ അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളും വീടും കുടുംബമൊക്കെ വിറ്റിട്ട് ഒരു മന്തിക്കടങ്ങ് തുടങ്ങാം. ഇത്രയൊക്കെ ലാഭം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്കറിയണം. അതുകൊണ്ട് ഇത് ഏത് കടയാണെന്നും ഇതെവിടെയാണ് ഇത്രയും ലാഭം കിട്ടുന്നതെന്നും നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയണം. കാരണം ഈ വെട്ടാവളിയനാണല്ലോ ഇത് പറഞ്ഞത്. അപ്പോൾ NIA കൊണ്ട് ഇത് കറക്റ്റായിട്ട് അന്വേഷിപ്പിക്കണം കേട്ടോ. ചായോ, NIA കൊണ്ട് നിങ്ങൾ ഇത് അന്വേഷിപ്പിക്കണം. എന്നിട്ട് ഇത് എവിടുന്നാണ് ഈ പൈസ, ഇത്രയും ലാഭം കിട്ടുന്നത് എങ്ങനെയാണ്? ആ ഒരു ബിസിനസ് ട്രിക്ക് അല്ലെങ്കിൽ ആ ഒരു തന്ത്രം ഇവിടുത്തെ പാവപ്പെട്ട കുറച്ച് ആൾക്കാർ കൂടെ പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അവരും പച്ച പിടിച്ചങ്ങ് പൊക്കോളുമല്ലോ. ഇതുപോലെ പാച്ച വർഗീയത പറയുന്ന, തെണ്ടിത്തരം പറയുന്ന ഇവനെ പോലുള്ള കൂതറേനെയൊക്കെ ഉണ്ടല്ലോ, കാലെ വാരി നിലത്തടിക്കേണ്ട സമയം അധികരിച്ചിരിക്കുക. ഇവനെ പോലുള്ള വൃത്തികെട്ടവന്മാർ കാരണമാണ് പാവം പിടിച്ച പാസ്റ്റർമാർ അങ്ങ് വടക്കേ ഇന്ത്യയിൽ ഈ സംഘപരിവാർ എടുത്തിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നൊന്നും ഇവന്മാരാരും വന്ന് തൊടത്തില്ല. കാരണം എന്താ അറിയാം, ഇവിടെ ഒരു നല്ലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്. അവര് എന്ത് അനീതിക്കെതിരെയും ശക്തമായി മുന്നോട്ട് വരുന്ന ഒരു പുതിയ തലമുറയുണ്ട്. ആ പുതിയ തലമുറയ്ക്ക് ഈ നരബാധിച്ച് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരുടെ ഇതുപോലത്തെ വർഗീയത കേൾക്കാൻ സമയമില്ല. അവര് ഫാസ്റ്റ് യുഗത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. എന്തോ പറയാനൊന്നും ആലോചിക്കുക. ഇവരെ ഒന്ന് കാലന് പോലും വേണ്ടെന്നുള്ള മറ്റൊരുത്തനുണ്ടല്ലോ, TG എന്ന് പറയുന്ന എന്തൊരു വൃത്തികെട്ട വർഗീയവാദിയാണ് അവൻ. അവനെ സപ്പോർട്ട് ചെയ്ത് അവന്റെ ആസനം താങ്ങി നടക്കുന്ന ഇതുപോലുള്ള ഊളക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.